രണ്ട് ജനപ്രിയ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത് അത് UDF സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ VD മന്ത്രിസഭ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപനമായി വന്നിരിക്കുകയാണ്. ഒന്ന്, സൗജന്യ യാത്ര സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ എന്നത് ജൂൺ 15 മുതൽ, അതായത് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനം VD സതീശൻ നടത്തി. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ അതേ വാഗ്ദാനം വയോജന വകുപ്പ്, നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, അവരുടെ അവകാശങ്ങളൊക്കെ ഉറപ്പാക്കാനും സംരക്ഷണം നൽകാനും വേണ്ടിയൊക്കെ ഇപ്പോൾ നിലവിൽ അങ്ങനെ സാമൂഹ്യനീതി വകുപ്പിൽ നിൽക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഈ കാര്യത്തിന് ഒരു പ്രത്യേക വകുപ്പ് കൂടി വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. രണ്ട് പ്രഖ്യാപനങ്ങൾ ഇന്ന് വരികയാണ്. മറ്റൊന്ന്, ആശാ വർക്കർമാർ നമ്മുടെ സമരം നടത്തി അവരുടെ ജീവിത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ആ കാര്യത്തിൽ, ആ വിഷയത്തിൽ VD സതീശന്റെ നേരിട്ടുള്ള ഇടപെടൽ അന്ന് കണ്ടു. ഇന്നിപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ച് അധികാരമേറ്റ് മന്ത്രിസഭ യോഗം ചേർന്ന ശേഷമുള്ള പ്രഖ്യാപനത്തിൽ അവർക്ക് 3000 രൂപ എന്ന പ്രഖ്യാപനം കൂടി വരികയാണ്. 3000 രൂപ, അതായത് 9000 രൂപയാണ് ഇപ്പോൾ അവർക്ക് മാസം ശമ്പള ഇനത്തിൽ, വേതന ഇനത്തിൽ ലഭ്യമാകുന്നത്. അത് 12,000 രൂപയായി മാറുന്നുണ്ട്. അങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തന്നെ ആദ്യ ക്യാബിനറ്റിൽ നിന്നും വരികയാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്നു ഈ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ്. അമൽ തേനംപറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, നമുക്കറിയാം, അമലിനറിയാം, എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ സമീപിക്കുമ്പോൾ പല പ്രഖ്യാപനങ്ങളും നടത്തി ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കുമോ, സാമ്പത്തിക സ്ഥിതി വെച്ചൊക്കെ നടപ്പിലാകുമോ എന്നൊക്കെ ചിന്തിച്ച ആളുകൾക്കിടയിലേക്ക് ഇത് നടപ്പാക്കാൻ കഴിയുന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് എന്ന് തെളിയിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ വന്നു അമൽ? പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ആ ചടങ്ങിന് ശേഷം ഗവർണറുടെ അടുത്തേക്ക് നേരെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്, ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. അത് നേരത്തെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലടക്കം സജീവമായി ചർച്ച ചെയ്തിരുന്ന, ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ അത് എത്ര രൂപ എന്നുള്ളതായിരുന്നു ചില ആശയക്കുഴപ്പങ്ങൾ. ആ കാര്യത്തിൽ മാത്രമാണ് നിലനിന്നിരുന്നത്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. ഈ പറയുന്ന അംഗൻവാടി ഹെൽപ്പർമാർക്കടക്കം, പ്രൈമറി ടീച്ചർമാരുടെ അടക്കമുള്ള അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന തീരുമാനമുണ്ടാകുന്നു. 1000 രൂപ വീതമുള്ള വർധനവാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം എങ്ങനെ അവർക്ക് ഈ പറയുന്ന ഓണറേറിയം കൂടുതൽ നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആദ്യ ക്യാബിനറ്റിൽ ജനകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശമാർക്കുള്ള ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുകൂടി VD സതീശനിൽ നിന്നുണ്ടാകുന്നു, മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച വാക്കുകളൊക്കെ പാലിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ്. അത് വെറുതെ പറയുന്നതല്ലോ, അത് മറന്നു പോകാൻ പാടില്ലല്ലോ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്കുള്ള സെക്രട്ടേറിയറ്റിലെ വിലക്കടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം ആലോചിക്കും. നേരത്തെ അതിനെതിരെ വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ. അന്ന് പറഞ്ഞ വാക്ക് മാറ്റില്ല എന്നൊരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം, അതായത് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുണ്ട്, വ്യക്തതയുണ്ട്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ആദ്യ ദിവസം കഴിഞ്ഞു പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ഒരു തമിഴ് സിനിമ, മാസ് സിനിമ കണ്ട് ഇറങ്ങിയ ഒരു പ്രതീതിയായിരുന്നു യഥാർത്ഥത്തിൽ VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടികളിലെല്ലാം കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. അതിലെല്ലാം തന്നെ കൃത്യമായ മറുപടികളുണ്ട്. പ്രത്യേകിച്ചും വലിയ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് അന്ന് ഉയർന്നു വന്നിരുന്ന ഏറ്റവും വലിയ വിമർശനം ഇത് എങ്ങനെ നടപ്പാക്കും, എന്ന് മുതൽ നടപ്പാക്കും എന്നൊക്കെ സംബന്ധിച്ചാണ്. അതിൽ കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ജൂൺ 15 മുതൽ അത് നടപ്പാക്കും. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നുമല്ല, കുറേ നാൾ മുമ്പ് ചർച്ച ചെയ്ത് പഠനങ്ങൾ നടത്തിയ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കോൺഫിഡൻസ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാരിന് ഒരു സ്റ്റെഫിൻ കഴിഞ്ഞ കുറെ നാളുകളായി ഈ KSRTCയുമായി ബന്ധപ്പെട്ട ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇത് അങ്ങനെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇത്രയും അധികം സ്ത്രീകളാണ് കൂടുതലും, അവരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വലിയൊരു വരുമാനമാണ്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ഇതെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്ക ഉയർന്നിരുന്നു. ഇപ്പോൾ കൃത്യമായ പഠനങ്ങളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ചുമ്മാ പറയുന്നതല്ല, പ്രാഥമികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. KSRTCയിൽ നിന്ന് നേരത്തെ വിരമിച്ച ആളുകൾ, ഇതുമായി
ബന്ധപ്പെട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. ഇനി ഏത് രീതിയിലാണ് ഇതിന്റെ മുന്നോട്ട് പോക്ക്, നടത്തിപ്പ് എന്നുള്ളത് കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും സാമ്പത്തികമായിട്ടുള്ള ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, KSRTC സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതെങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഒപ്പം തന്നെ എടുത്തു കാണേണ്ടത് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീക്കും കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്കും, അപ്പം രണ്ടുപേർക്കും ഇത് സൗജന്യമായി നൽകിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു അസമത്വം വരും. അതൊക്കെ ഏത് രീതിയിലാണ് അത് പരിഹരിക്കുക? മുഴുവൻ സ്ത്രീകൾക്കുമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡിനറി ബസ്സിലാണോ, അല്ലെങ്കിൽ ഫാസ്റ്റ് ബസ്സിലാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ പിങ്ക് ബസ്സുകളൊക്കെ വരാൻ സാധ്യത, അങ്ങനെയുള്ള പ്രത്യേക സർവീസ് ബസ്സുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി നിർത്താം. നേരത്തെ അമൽ പറഞ്ഞ കണക്ക് തന്നെ ഈ KSRTC സംബന്ധിച്ചിടത്തോളം ഏതുകൊണ്ട് ഒരു ദിവസത്തെ ഒരു വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 8 കോടി രൂപയാണ്. അതിൽ ഏതാണ്ട് ഒരു 5 കോടി ടിക്കറ്റ് വരുമാനം ലഭിക്കുന്നത് സ്ത്രീകളുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാഥമികമായ കണക്കെടുപ്പ് പോലും നടന്നത്. ആ കണക്ക് എടുപ്പ് ഇതിന് മുന്നോടിയായിട്ട് നടന്നു. ഇനി സർക്കാരിലേക്ക് വരുമ്പോൾ KSRTCക്ക് കൃത്യമായി എത്ര സ്ത്രീകൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കണക്കുണ്ട്. ഏതായാലും ഒരു വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ. ഏതായാലും പറഞ്ഞ വാക്ക് നടപ്പാക്കുമെന്നുള്ളത് VD സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ട് കഴിഞ്ഞാൽ കാണാം. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ആശാ പ്രവർത്തകരോട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു അവരുടെ ഓണറേറിയത്തിലുള്ള വർധന അത് പ്രാഥമികമായി തന്നെ കൂട്ടിയിട്ടുണ്ട്. 3000 രൂപ. അദ്ദേഹം അതിലും ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ. 3000 രൂപയല്ല, അവരാവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സർക്കാർ. പക്ഷേ പ്രാഥമികമായി ഒരു 3000 രൂപയുടെ വർധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂച്ചപറ്റി കിടക്കുന്ന ബജറ്റ് എന്ന് VD സതീശൻ തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയൊക്കെ കൃത്യമായ ഒരു പഠനമൊക്കെ നടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നോക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ധവളപത്രം ഇറക്കുന്നതിനെ പറ്റിയുള്ള നിലവിൽ എന്താണ് അവസ്ഥ? കഴിഞ്ഞ സർക്കാർ ഈ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റി ആ ധവളപത്രം ഇറക്കുന്നതോടുകൂടി കൂടുതലൊരു വ്യക്തത ഏതായാലും ലഭിക്കുമെന്ന് ഉള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം കുറച്ച് ആളുകൾ കൂടി ചേരുന്നുണ്ട്. ഇങ്ങനെ ഇന്ന് വാർത്താ സമ്മേളനമൊക്കെ കേട്ട പുതിയ തീരുമാനമൊക്കെ അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമാണ്. ഓരോരുത്തർ പറഞ്ഞു എല്ലാവർക്കും അവസരമാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ്. വളരെ സന്തോഷമാണ്. കാരണം എന്തായാലും VD സാർ ഈ നടപ്പിലാക്കും, 100% ഉറപ്പാണ്. കാരണം നിലപാടിൽ രാജകുമാരനെ ഞങ്ങൾ ഇന്നത്തെ തീരുമാനത്തിൽ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന ഒരു തീരുമാനം എന്ന് പറയാനുള്ളത് ഈ ആശാ വർക്കർമാരുടെ തീരുമാനമാണ് ഹൃദയത്തിൽ തട്ടുന്നത്. അവർ മാസങ്ങളോളം ഇവിടെ കിടന്ന് സമരം ചെയ്ത് അവസാനം വർഷങ്ങളോളം സമരം ചെയ്തിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് AK സ്റ്റീഫനുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ടച്ചുള്ള, മനസ്സിനെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം എന്നത് ആശാ സമരക്കാരുടെ ആ ഒരു സമരത്തിന് അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന അവർക്കൊപ്പമുണ്ട്, അവരെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നു.